Welcome back again, guys. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പം 5:20 കേട്ടോ. ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ കാപ്പി കുടിക്കാൻ പോകണം. കാപ്പി എന്ന് പറയുന്നത് ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്, ചായയുണ്ട് കേട്ടോ. ദോശ, ചമ്മന്തി, ചായ. ചമ്മന്തി കഴിക്കണം. രസവട ഉണ്ട് കേട്ടോ. രസവട, ചമ്മന്തി വട. സൂപ്പറാണ്. ദോശയും ചമ്മന്തിയും രസവടയും കൂടെ അടിപൊളി. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് 11 to 3 വർക്ക് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ അടിച്ചെന്ന് പറയുന്നത് ഇമ്പീരിയൽ സൂട്ടാണ് കേട്ടോ. ഇമ്പീരിയൽ സൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ശാസ്തമംഗല റൂട്ടിലോട്ടാണ് കാണിക്കുന്നത്. ഇവിടുന്ന് 2.2 കിലോമീറ്റർ ഉണ്ട്. ചെറുതായിട്ട് മണ്ട അടപ്പുണ്ട്. ഇന്നലെ കുറച്ച് നനഞ്ഞ കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും നേരെ വെച്ച് പിടിക്കുകയത്. ഒരു മഴ എങ്ങനെയാണെന്ന് പെയ്യുന്ന കേട്ടോ. ഒരു റോക്കറ്റ് പോയിരിക്കുന്നുണ്ട. ഗൈസ്, ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഞാൻ കുറേ കിടന്ന് കറങ്ങി ഇവിടെ എല്ലാം പറഞ്ഞോളൂ. ഇവിടെ ആദ്യമായിട്ടാണ് ഓർഡർ അടിക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ഓർഡറൊന്നും കിട്ടിയിട്ടില്ല. ഗൈസ്, അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് റൈസ്, മീൻ കറി, കപ്പ ആൻഡ് ലൈം കോംബോയാണ് കേട്ടോ. അത്യാവശ്യം ചൂടുണ്ട്. ഗൈസ്, കൊടുക്കാനുള്ള കുമാരപുരമാണ്. അപ്പൊ നേരെ വെച്ച് പിടിക്കാം. അപ്പൊ ഇവിടുന്ന് കറക്റ്റ് 3.6 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് കേട്ടോ. 3.6 കിലോമീറ്റർ കേട്ടോ. ലെഫ്റ്റ് കയറി പോകാനുള്ള. നേരെ വെച്ച് പിടിക്കാം. ഒരു മഴ പെട്ടെന്ന് പെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ്. പെയ്താൽ പണിയാവും ചോദിച്ചാൽ റെയിൻ സർജ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, റെയിൻ സർജ് കിട്ടും. റെയിൻ സർജ് ഓൺ ആയിട്ടുണ്ട്. നേരെ വച്ച് പിടിക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ BYD വണ്ടി കേട്ടോ. ഇലക്ട്രിക് സൂപ്പർ വണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ വണ്ടി. റോങ് ഒക്കെ പെട്ടെന്ന് ഒന്ന് കയറി കളയും കേട്ടോ. അതാണ് കുഴപ്പമില്ല. കാച്ച് വണ്ടി. BYD എല്ലാവരും പറയും ചൈനീസ് ആണ്, അങ്ങനെയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ. പക്ഷെ അവർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ആകുമ്പോൾ പിടിയിലും ടെക്നോളജിയാണ്. സിഗ്നൽ ഇല്ല കേട്ടോ. ഇന്നിവിടെ സിഗ്നൽ ഇല്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂട്ടോ. എല്ലാം ഓഫ് ചെയ്തിട്ട് ഇവിടെ സിഗ്നൽ. അപ്പോൾ നമുക്കിനി 5.2 കിലോമീറ്റർ ഉണ്ട്. മെസ്സിയുടെ ഒരു വലിയ ഫ്ലക്സ് കേട്ടോ. മെസ്സിയുടെ, അർജന്റീന എല്ലാം ഉണ്ട് കേട്ടോ. ഇത് സൊമാറ്റോയില് ഓർഡറും കോപ്പൊന്നും ഇല്ല കേട്ടോ. ഒരു രക്ഷയില്ല. രാവിലോട്ട് 20 ഇത് ഓർഡറാണ് അടിക്കണം.
ഗൈസ് അപ്പോൾ ഫുള്ള് മെസ്സിയിലെ ബോഡി കേട്ടോ. ഗൈസ് അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ എത്തി, ഓടി ഓടി ലൊക്കേഷൻ എത്തി. ഇവിടെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ഒരു 90 മീറ്ററും കൂടെ ഉള്ളൂ. നേരെ വെച്ച് പിടിക്കണം. സ്ട്രൈറ്റ് ആണ് കാണിക്കുന്നത്. ഗൈസ് അപ്പോൾ റെയിൻ സർജ് ആഡായിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡറിന് നമുക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പം 71 രൂപ 76 പൈസയാണ്. അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല. നേരെ നമുക്ക് എങ്ങോട്ട് പോവാൻ? നേരെ പട്ടത്തോട്ട് വിടാം കേട്ടോ. ചെയിന് കുറച്ച് ലൂസാണ്. തിരിച്ചു പോകുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ചെയിനും കൂടെ ടൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ തേറ്റ് കയറുമ്പോഴേ ഭയങ്കര പാടാണ്, വലിക്കില്ല. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേക്ക് വേൾഡ് കേട്ടോ. കേക്ക് വേൾഡ് ഗ്യാരണ്ടീഡ് ഓർഡർ എന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ട് പോകണം കേട്ടോ. ഒരു മഴ ഇങ്ങനെ നടക്കുന്നുണ്ട്, പെയ്യൂല്ലി എന്ന് അറിഞ്ഞൂട കേട്ടോ. നല്ല കോളുണ്ട്. കേക്ക് വേൾഡ് അവിടെയാണ് കേക്ക് വേൾഡ് കേട്ടോ. ഓക്കെ സെറ്റ്. ഇതാ കയറി പോവാം. അവിടുന്ന് ഒരു 90 മീറ്റർ ഉള്ളൂ കേട്ടോ. ഇവിടെ ലെഫ്റ്റാണ് കയറാനുള്ള. ഓക്കെ, നമ്മളെ കേക്ക് വേൾഡ് എത്തിക്കഴിഞ്ഞു. ഗൈസ് ഫുഡ് പ്രിപ്പയർ ആവണേ ഉള്ളൂ കേട്ടോ, സമയം എടുക്കും. ഇപ്പോൾ വെയിറ്റ് ചെയ്യും. ഗൈസ് ഫുഡ് എടുത്തിട്ടുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ, 1/2 കിലോ. അപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊടുക്കാനുള്ള പ്ലാമൂടാണ്. അവിടെ പിയ്യായിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കുഴി. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 2.4 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. സമയം എന്ന് പറയുന്നത് 12:18 കേട്ടോ. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എട്ടിയത് ഞാൻ അവിടെ കാണിച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ക്യാമറ ചാർജ് ചെയ്യുന്നു പോയി. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ ഇറാനിയാണ് കേട്ടോ. ഡബിൾ ഓർഡറാണ്. ഫസ്റ്റ് ഇറാനി റെസ്റ്റോറൻ്റ് ആണ്. എന്നിട്ട് ഇവിടുത്തെ നന്ദൻകോട് ഇറാനിയാണ് കേട്ടോ. ഓക്കെ സെറ്റ്. കയറി പോവാം, വേറെ കുഴപ്പമില്ല. ലൊക്കേഷൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഓർഡർ അടിച്ചേട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് ഇറാനി. എടുത്തേ 72.40. ഗൈസ് ഇപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ലൈമൊന്നും ഇല്ലല്ലേ? ഗൈസ് അപ്പോൾ ഐറ്റം പെരി പെരി അൽഫാം മന്തിയാണ് കേട്ടോ, ക്വാർട്ടർ. ഗൈസ് അപ്പോൾ സെക്കൻഡ് ഓർഡർ എടുക്കാനുള്ള ശാസ്ത്രമംഗലത്താണ്. ഡീപെയിൽസ് ആണ് കേട്ടോ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് 2.4 കിലോമീറ്റർ ഉണ്ട്. നേരെ ഒറ്റപ്പെടുത്തും കേട്ടോ. ഒറ്റ വിടക്കം. ഞായറാഴ്ച കൊണ്ട് ഫ്രീ ആയിട്ട് അങ്ങ് പോവാം. ഫുഡ് റെഡി ആയി കേട്ടോ. റെഡി മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ നേരെ വെച്ച് പിടിക്കാം. ഗൈസ് നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 41:31 കേട്ടോ. 41:31. ഇത് രണ്ടും ഉണ്ടോ? ഗൈസ് അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ചിക്കൻ ബിരിയാണി വിത്ത് ലൈമാണ് കേട്ടോ. ഇരിക്കുമെന്നുള്ള പേടിയാണ്.
ഗൈസ് അപ്പോൾ കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഓർഡർ കൊടുക്കാനുള്ളത് സെക്രട്ടേറിയറ്റ് കോളനി കാഞ്ഞിരം പറയുന്നതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓർഡറിന് 1.6 കിലോമീറ്റർ ഉണ്ട്, നേരെ വെച്ച് പിടിക്കാം. ഇവിടെ ഇവിടെ റോഡ് എത്തി പ്രശ്നമാണ് കേട്ടോ. ഗൈസ് ഫസ്റ്റ് ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ഓർഡർ കൊടുക്കാനുള്ളത് കൈരളി നഗറാണ് കേട്ടോ, കാഞ്ഞിരം പാറ. ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ലൊക്കേഷൻ ഇവിടെ അടുത്താണ്, 350 മീറ്റർ ഉള്ളു, നേരെ വെച്ച് പിടിച്ചാൽ മതി. അപ്പൊ അതും കൂടെ കൊടുത്താലേ നമ്മൾ എമൗണ്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, അതാണ് കുഴപ്പം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സൊമാറ്റോ പറയണ ഓർഡർ ആദ്യം കൊടുത്താലേ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും. സെക്കൻഡ് ലൊക്കേഷൻ ഗീത ഹോസ്പിറ്റലാണ് കേട്ടോ, ഇവിടെയാണ്. ഇതാണ് ഗീത ഹോസ്പിറ്റൽ. അപ്പൊ കസ്റ്റമറാണ് തോ പറഞ്ഞത് കേട്ടോ. ഓ ഗൈസ് അപ്പം ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 59 രൂപ സംതിങ് രൂപ പൈസയാണ് കിട്ടിയത്. ഗൈസ് നമ്മളെ ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ശ്രീ നന്ദാസാണ് കേട്ടോ, കൈതമുക്കുള്ള. ഇവിടുന്ന് 1.9 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കേട്ടാ, നല്ല വിശപ്പ് അടിക്കണം കേട്ടോ. സമയം എന്ന് പറയുന്നത് 2:22 9 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകണം കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് അവിടുന്ന് ഓർഡർ എടുത്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് നമ്മൾ ഓണത്തിനാകണ്ട നമ്മൾ ഇവിടെ വന്നപ്പോൾ ബോളി യന്ത്രമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ്. 2:22 കേട്ടോ. ഓക്കെ, 2:23 നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പം ഇറങ്ങി 7381. പൈസ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെഡു വടയാണ് കേട്ടോ. ബൈക്ക് മൊത്തം ചെളിയായി കേട്ടോ. അപ്പോൾ സാധനം എടുത്തിട്ടുണ്ട്. മെഡു വടയാണ് കേട്ടോ. മെഡു വടയല്ല, സോറി, മെഡു ലഡു. ആ ഒന്നുകൂടെ നോക്കട്ടെ. മെഡു അയ്യയ്യേ ലഡു ആയിരുന്നു കേട്ടോ. മൂതി ലഡു എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, മൂതി ലഡു എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഗൈസ് അപ്പോൾ കോവളം ഒന്ന് കൊടുക്കാനുള്ള കേട്ടോ, വെള്ളിയൂരിൽ നിന്നാട്ടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നേരെ വച്ച് പിടിക്കാം. കാട്ടാക്കട ഭാഗത്തോടെ കയറുന്ന കൊള്ളായിരുന്നു കേട്ടോ. ഇനി അവിടെ നിന്ന് തിരിച്ചു വരാനാണ് പാട്. റിട്ടേൺ കിട്ടൂല, അതാണ് കുഴപ്പം. അങ്ങ് എത്തുമ്പോഴത്തേക്ക് 3 മണി കഴിയും. നോക്കട്ടെ, റിട്ടേൺ വല്ല അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. നേരെ പോകണം. അപ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കോവളത്തന്നി ഞാൻ പറഞ്ഞില്ലേ, കോവളത്തോട്ടൊക്കെ അടിച്ചു വിട്ടാൽ ഭയങ്കര പാടാണ്. സമയത്ത് വീട്ടിൽ പോക്ക് നടക്കൂല. കോവള ഹൈവേ കയറി കേട്ടോ.
ഇവിടെ സ്പീഡ് ലിമിറ്റ് 80 തോന്നുന്നത്. പക്ഷെ നമ്മൾ 80 നിന്ന് പോകാനില്ല, പോയാൽ ശരിയാവില്ല, മൈലേജ് കിട്ടില്ല. നമ്മൾ ആ കണക്കിനാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കണം. നേരെ വെച്ച് പിടിക്കാം. ഇവിടെ 80 കിലോമീറ്ററാണ് സ്പീഡ് എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. എവിടെയോ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അർജൻറ്റീന ഫാൻസും മെസ്സിയിലെ ഫാൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടാമത് ഇവിടെ ടാർ ചെയ്ത് കേട്ടോ. ഇവിടെ രണ്ടാമത് ടാർ ചെയ്തു. പെട്രോൾ തീർന്നോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയാലോ. ഓക്കെ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇപ്പം നിൽക്കുന്ന നമ്മൾ കോവളം ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകണം. റൂട്ട് വലുതായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. ഒരു ഉദ്ദേശം വെച്ചാൽ പോവല്ലേ. ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് പോകണം കേട്ടോ. കറക്റ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെള്ളൂരാണ് കേട്ടോ. വെള്ളൂർ കോവളത്താണ് ഇപ്പോൾ കറക്റ്റ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് പോകണം കേട്ടോ. ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വണ്ടിയിൽ ചറപറ വരണോണ്ടേ ക്രോസ് ചെയ്തിട്ട് പാടാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നമുക്ക് അവിടെ യൂട്ടേൺ എടുത്താണ് പോകാനുള്ളത്. ഓക്കെ, സെറ്റ് ഗൈസ്. ആ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 123 രൂപ സംതിങ് പൈസയാണ് കിട്ടിയത്. എവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം നേരെ നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3-4 ജിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ സാധനമില്ല. ആ കുഴപ്പമില്ല, നേരെ വെച്ച് പിടിക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മാപ്പ് കാണിക്കുന്ന 39 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മളെ സ്ഥലം വരെ ഇതിലെ വരെ 39 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നലെ ടോട്ടൽ സൊമാറ്റോയിൽ കിട്ടിയത് 707 രൂപ 63 പൈസയാണ് കേട്ടോ. 11 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 7 to 3 മണി വരെ. അപ്പോൾ ഓർഡർ കുറവായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 2:30 ആയപ്പോഴാണ് ലോങ് ഓർഡർ കിട്ടിയത്. അതിന് മുമ്പെല്ലാം 25, 33 അങ്ങനെ ആ ഒരു കണക്കിനാണ് കിട്ടിയത്. അപ്പോൾ ഷാഡോ ഓടിയിട്ടുണ്ടായിരുന്നു. ഷാഡോയിൽ കിട്ടിയതെന്ന് പറയുന്നത് 205 രൂപ 17 പൈസയാണ് കിട്ടിയത്. 7 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഡോയിൽ അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓർഡറാണ് കൂടുതൽ പറഞ്ഞത്. ഇപ്പോൾ ഫുഡ് ഡെലിവറിയിൽ അത് ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.